Hello brothers, welcome to another episode of Thug Life Mallu. ഇന്നൊരു വർക്കൗട്ട് വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഒരു വർക്കൗട്ട് ടൈപ്പ് പരിചയപ്പെടുത്താൻ പോവാണ്. മറ്റൊന്നുമല്ല പ്ലാങ്ക്. നിങ്ങൾ പലരും ഇത് ചെയ്തിട്ടുണ്ടാവും. പലരും ഇതിൽ എക്സ്പേർട്ടുമായിരിക്കും. നമ്മൾ ഇതിന്റെ വേൾഡ് റെക്കോർഡ് നോക്കിയാൽ 8 മണിക്കൂറാണ് ഇതിന്റെ റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ആരാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പ്ലാങ്കിന് വേറെ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഹോൾഡ്, അബ്ഡോമിനൽ ബ്രിഡ്ജ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇതൊരു ഐസോമെട്രിക് കോർ വർക്കൗട്ടാണ്. ഐസോമെട്രിക് കോർ വർക്കൗട്ട് എന്നാൽ ഒരു സ്റ്റാറ്റിക് വർക്കൗട്ടാണ്. അതായത് നമ്മളെ നിന്ന പൊസിഷനിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ മൂവ്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണിത്. അതായത് മാക്സിമം ടൈം ഹോൾഡ് ചെയ്ത് വെക്കലാണ് ഈ വർക്കൗട്ട്. നമുക്കറിയാം ഒരുപാട് പ്ലാങ്ക് വേർഷൻസ് ഉണ്ട്. നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന 3 വേർഷനാണ്. ഒന്നാമതായി സൈഡ് പ്ലാങ്ക്, രണ്ടാമതായി എൽബോ പ്ലാങ്ക്, മൂന്നാമതായി സ്പൈഡർമാൻ പ്ലാങ്ക്. പിന്നെ സാധാരണക്കാരൻ്റെ ഒരു ആവശ്യമാണ് വയറ് കുറക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ പലരും ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ഈ പ്ലാങ്ക്. സത്യത്തിൽ പ്ലാങ്ക് ചെയ്താൽ 6 പാക്ക് വരുമോ? ഇതിനുള്ള ഉത്തരം ഞാൻ ഈ വർക്കൗട്ട് വീഡിയോയ്ക്ക് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് വീഡിയോ തുടങ്ങാം. വർക്കൗട്ടിൽ എന്നെ സഹായിക്കുന്നത് അസ്കറാണ്. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എൽബോ പ്ലാങ്ക് ആണ്. ഓക്കെ, നമ്മൾ എൽബോ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറും ഫോർ ആംസും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂട്ട് മസിൽസ് സ്ക്യൂസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ക്വാഡ് മസിൽസും സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ ആപ്സിൽ ബ്രീത്തിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രീത്ത് ഹോൾഡ് നിൽക്കുകയല്ല ചെയ്യുക, ബ്രീത്ത് ഡീപ്പായിട്ട് ഇൻടേക്ക് ചെയ്യുക, അതുപോലെ തന്നെ എക്സൈൽ ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ബോഡി പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ ഈ ഷോൾഡർ ബ്ലേഡ്സ് തൊട്ട് ടോ വരെയുള്ള പൊസിഷൻ സ്ട്രെയിറ്റ് പൊസിഷനിലായിരിക്കണം. അതായത് ഇങ്ങനെ താഴ്ന്നു വരാൻ പാടില്ല, അതുപോലെ തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല. ജസ്റ്റ് ഈ ഒരു സ്ട്രെയിറ്റ് പൊസിഷൻ ഹോൾഡ് ആംഗിൾ കീപ്പ് ചെയ്യുക. ദെൻ ആപ്സ് ടൈറ്റ് ചെയ്യുക, ഗ്ലൂട്ട് മസിൽസ് ടൈറ്റ് ചെയ്യുക, ക്വാഡ് മസിൽസ് ടൈറ്റ് ചെയ്യുക. ഓക്കെ, സൈഡ് പ്ലാങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡർ സ്ട്രെയിറ്റ് ആയിരിക്കണം നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ഹാൻഡ് വരേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഈ ഒരു ആംഗിൾ എപ്പോഴും സ്ട്രെയിറ്റ്, അതായത് ഒരു ചെറിയൊരു സ്ലോപ്പിൽ തന്നെ സ്ട്രെയിറ്റ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒബ്ലിക്സ് മസിൽസ് സ്ക്യൂസ് ചെയ്യുക. ഈ ഒബ്ലിക്സ് മസിൽസ് നമ്മൾ പവർ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ തേർഡ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് സ്പൈഡർമാൻ പ്ലാങ്ക് ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നമ്മൾ സ്പൈഡർമാൻ പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മെയിൻ കാര്യങ്ങൾ സെയിം ആസ് നമ്മുടെ എൽബോ പ്ലാങ്ക് ചെയ്യുന്ന പോലെ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ലെഗ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, നോക്കിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പ്ലാങ്ക് വർക്കൗട്ട് കണ്ടു. പ്ലാങ്ക് വർക്കൗട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു 5 ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്തനിങ് ആവും. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ ബാക്ക് മസിൽസ് സ്ട്രെങ്തനിങ് ആവും. ദെൻ തേർഡ് പോയിന്റ് വന്നിട്ട് നമ്മുടെ ബോഡി പോസ്റ്റർ നമുക്ക് വെല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാങ്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡി മെറ്റാബോളിസം ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നതോടെ നമ്മുടെ അബ്ഡോമിനൽ ഫാറ്റും ബേൺ ചെയ്യാൻ സാധിക്കും. പോയിന്റ് നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റിയും കൂടി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാങ്ക് വർക്കൗട്ടിൽ കൂടെ. ഓക്കെ, എല്ലാവരും അപ്പോൾ ഇതൊരു ഡെയിലി വർക്കൗട്ട് റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ വർക്കൗട്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടു എന്ന് വിചാരിക്കുന്നു, ബേസിക് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് പ്ലാങ്ക് ചെയ്താൽ നമുക്ക് 6 പാക്ക് വരുമോ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പഴയൊരു ചൊല്ലുണ്ട്, അത് ഇംഗ്ലീഷ് സേയിങ് ആണ്, ആബ്സ് ആർ മെയ്ഡ് ഇൻ കിച്ചൺ. അതായത് അടുക്കളയിലാണ് നമ്മൾ 6 പാക്ക് ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥ ഒരു 6 പാക്കിന് നല്ലൊരു വർക്കൗട്ട് മാത്രം പോരാ, നല്ലൊരു ഡയറ്റാണ് വേണ്ടത്. പ്രോപ്പറായ ഡയറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി എന്ത് വർക്കൗട്ട് ചെയ്താലും നല്ലൊരു 6 പാക്ക് ആബ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല റെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ന്യൂട്രീഷൻ, വർക്കൗട്ട് പ്ലസ് റെസ്റ്റ് ആണ് യഥാർത്ഥ മസിൽ ബിൽഡിങ്ങിൻ്റെ ഫോർമുല. ഇനി മെയിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന 2 ഡൗട്ട്സുകൾ ഞാൻ അസ്കറിനോട് ചോദിക്കാൻ പോവാണ്. ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഏത് പ്രായക്കാർക്കൊക്കെ ചെയ്യാം, ഏതെങ്കിലും ഏജ് ലിമിറ്റ് ഇതിലുണ്ടോ? രണ്ടാമതായി എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്പൈൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ കാര്യം കൂടി ഞാൻ അസ്കറിനോട് ചോദിക്കുകയാണ്. പ്ലാങ്ക് വർക്കൗട്ടിന് പ്രത്യേകിച്ച് ഏജ് ഒന്നുമില്ല, എല്ലാ പ്രായത്തിലുള്ളവർക്കും പ്ലാങ്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ജെൻഡറും ഏജ് ഡിഫറൻസ് ഒന്നും പ്ലാങ്ക് വർക്കൗട്ടിനില്ല. അത് ലേഡീസിനും ചെയ്യാം, ജെൻസിനും ചെയ്യാം, ചെറിയ കിഡ്സിനും ചെയ്യാം, മുതിർന്ന അഡൾട്ട്സിനും ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് വർക്കൗട്ട്. ഒരിക്കലും പ്ലാങ്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നടു ഒരിക്കലും ഓവറായിട്ട് ലിഫ്റ്റ് ചെയ്യരുത് മുകളിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ വയർ അബ്ഡോമൽ നമ്മളൊരു പരിധി കൂടുതൽ താഴേക്ക് ലോവർ ചെയ്ത് തൂക്കിയിട്ട് നിൽക്കുകയും ചെയ്യരുത്.
ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് കോർ മസിൽസ് ഒന്നും ആക്ടിവേറ്റ് ആവുന്നതായിരിക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഒരു പൊസിഷനിൽ ചെയ്യുന്ന പ്ലാങ്ക് കൊണ്ട് നമുക്ക് വേറൊരു ബെനിഫിറ്റ്സും കിട്ടുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ടേക്ക് കെയർ, സ്റ്റേ സ്ട്രോങ്.